നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായ ചെറുമകൻ പ്രജ്വൽ രേവണ്ണയ്ക്ക് താക്കീതുമായി മുൻ പ്രധാനമന്ത്രിയും JDS അധ്യക്ഷനുമായ HD ദേവഗൌഡ. തന്റെ ക്ഷമ പരീക്ഷിക്കരുതെന്നും തിരിച്ചു വരണമെന്നുമാണ് ദേവഗൌഡയുടെ താക്കീത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം, അതിനെ അനുസരിക്കണം. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തി വിചാരണ നേരിടണമെന്നും പ്രജ്വലിനോട് പാർട്ടി ലെറ്റർ ഹെഡിലൂടെ പ്രസ്താവന ഇറക്കി ദേവഗൌഡ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പ്രജ്വലിന് ഏറ്റവും കൂടിയ ശിക്ഷ നൽകണമെന്നാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം കുറിച്ചു. പ്രജ്വൽ വിദേശത്ത് പോയത് തന്റെ അറിവോടെയല്ല, ഇപ്പോഴെവിടെയാണെന്നും അറിയില്ല. ഇനിയും തിരിച്ചു വന്നില്ലെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി പ്രജ്വലിനെതിരെ നിൽക്കും. 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് കുടുംബത്തോടല്ല ജനങ്ങളോടാണ് കടപ്പാടെന്നും ദേവഗൌഡ വിശദീകരിച്ചു. പ്രജ്വലുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും വേദനയിൽ നിന്നും കരകയറാൻ തനിക്ക് കുറച്ച് സമയമെടുത്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായ ഹാസനിലെ സിറ്റിംഗ് MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രജ്വൽ ഒളിവിൽ പോയി 27ാം ദിവസമാണ് വിദേശകാര്യ മന്ത്രാലയം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രജ്വൽ രേവണ്ണയോട് അന്വേഷണത്തോട് സഹകരിക്കാൻ JDS അധ്യക്ഷൻ HD കുമാരസ്വാമിയും ആവശ്യപ്പെട്ടിരുന്നു. പരസ്യമായാണ് രേവണ്ണയോട് കുമാരസ്വാമിയുടെ അഭ്യർത്ഥന. കുടുംബത്തിന്റെ അന്തസ്സോർത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് കുമാരസ്വാമി ആവശ്യപ്പെട്ടത്. സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കി പീഡന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിലിന് വിധേയരാക്കിയെന്നാണ് പ്രജ്വലിനെതിരായ കേസ്. ഈ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിക്കപ്പെട്ടതോടെയാണ് സംഭവം വിവാദമാകുന്നത്. ഏതാണ്ട് 3000-ത്തിനടുത്ത് വീഡിയോകളാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിൽ പരാതി ലഭിച്ചതോടെയാണ് ഏപ്രിൽ 27-ന് രേവണ്ണ വിദേശത്തേക്ക് കടന്നത്. ഹാസൻ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയാണ് JDS നേതാവായ രേവണ്ണ.